വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ചന്ദ്രമതിയും ഭാമയും കൂടെ ക്ഷേത്രത്തില് ആ ശയന പ്രദക്ഷിണം നടത്തുന്ന സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ചന്ദ്രമതി പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാല് തൊട്ട് ഞാൻ അനുഗ്രഹം മേടിക്കാം എന്നും പറഞ്ഞ് ചെന്ന് കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ്. പിന്നീട് അങ്ങ് മുഖത്തേക്ക് നോക്കിയത് ഞെട്ടിപ്പോയി. കാരണം അതാ ഫൈനാൻഷ്യർ ആയിരുന്നു. അയാളെ കണ്ടതും ചന്ദ്രമതി ഭാമയുടെ കൈയും പിടിച്ചുകൊണ്ട് ഓടുവാണ്. എന്താ ചന്ദ്രേ, നിനക്കിത് എന്ത് പറ്റി? നീ എന്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് എങ്ങോട്ടാ? നീ ഇങ്ങോട്ട് വാ, ഞാൻ പറയാന്ന് പറയാണ്. ഈ സമയം അയാൾ എഴുന്നേറ്റിട്ട്, ദേ ചന്ദ്രമതി അവിടെ നിൽക്കോ. ഓഹോ, അപ്പൊ എന്നെ കണ്ടിട്ട് രണ്ടുപേരും കൂടെ ഓടുക ചെയ്ത അല്ലേ, കാണിച്ചു തരാന്ന് പറയാം. ഈ സമയം ഭാമ ചോദിച്ചു, നിനക്കിത് എന്ത് പറ്റി? അതെ, അയാൾ സ്വാമിയൊന്നും അല്ലാന്ന് പറയണേ. പിന്നെയോ? അതാ അയാളാന്ന് പറയണേ. ഏതാ കാര്യം എന്താന്ന് പറ. അതാ ഫൈനാൻഷ്യറാ. ഞാൻ ആധാരം കൊണ്ടേ പണയം വെച്ചില്ല. അയാള് പലിശ പോലും കൊടുത്തിട്ടില്ല. ദൈവമേ, അയാൾ കണ്ടെന്ന് പറയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പാവം പറഞ്ഞു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അതെ, അയാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അതോടുകൂടി തീർന്നു. ഈ സമയത്താണ് അയാളും കൂടെ നടന്നു വരുന്നതുകൊണ്ട് പെട്ടെന്ന് ചന്ദ്രമതി എന്ത് ചെയ്യുകയാണ്, ഭാമേനെ അവിടെ ഇട്ടിട്ട് ചന്ദ്രമതി ഓട്ടോ ഓടുവാണ് അങ്ങോട്ട്. ചന്ദ്രമതി ഓടിക്കഴിഞ്ഞപ്പോഴത്തേനും ഭാമയുടെ അടുത്തേക്ക് അയാൾ വരുവാണ്. അയാൾ വന്നിട്ട് ഓ കൂട്ടുകാരി ഓടിയല്ലേന്ന് ചോദിക്കുക. എത്ര നാളെ നിങ്ങൾക്ക് മുങ്ങി നടക്കാൻ പറ്റും? അതേ കാലമൊന്നും മുങ്ങി നടക്കാൻ പറ്റില്ലെന്ന് പറയണ. അല്ല അണ്ണ, അത് പിന്നെ അത് അവൾ ഓടിയതൊന്നും അല്ല, അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ ഈ മാസത്തെ പലിശ തന്നിട്ടില്ല. ആദ്യം തന്നെ ഇങ്ങനെ മുടക്കുവാണെങ്കിലേ. അല്ല, അത് പിന്നെ ഒരു കാര്യമുണ്ട്, അവളുടെ വീട്ടുകാർക്ക് അറിയത്തില്ല. അപ്പൊ അവളുടെ വീട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവര് കണ്ടോലോ എന്ന് ഭയന്ന് അവൾ ഓടിയെന്ന് പറയാ. ആഹാ, അങ്ങനെ വരട്ടെ. അപ്പൊ വീട്ടുകാരൊന്നും അറിയത്തില്ലാതെ ഈ പരിപാടി നടത്തിയിരിക്കുന്നല്ലേ? അന്നെങ്കിൽ അതിന് വഴിയുണ്ട്. അതെ, നാളെ കേസും കൂട്ടായിട്ട് നടക്കാനൊന്നും കോടതി ഇറങ്ങി കയറാനൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നാളെ തന്നെ അവരുടെ വീട്ടുകാരോട് വന്ന് സൈൻ ചെയ്തു തരാൻ പറയണം. ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. അയ്യോ, ഒരു കാര്യം ചെയ്യേ, സാറ് തന്നെ പറഞ്ഞാൽ മതി. അതെ, നിങ്ങൾക്കറിയാലോ, നിങ്ങളോട് സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്, ഞാൻ കൂടുതൽ പറയണ്ടല്ലോ എന്ന് പറയാം. പെട്ടെന്ന് ഭാമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭാമ പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചോണ്ടായിരുന്നു പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ചന്ദ്രമതി അടുത്തേക്കുന്നു. ചന്ദ്രമതി ചോദിച്ചു, അല്ല ഭാമ, അയാൾ പോയോന്ന് ചോദിക്കുക. നീ ഇങ്ങോട്ട് വരാൻ പറയണം. അതല്ല, രവിയേട്ടൻ വന്നത് നീ കണ്ടില്ലേ? രവിയേട്ടനുണ്ട്. ഈ സമയത്ത് അങ്ങനെ അയാൾ വന്ന് പലിശ ചോദിക്കുന്ന കേട്ട കള്ളത്തരങ്ങളെല്ലാം വെളിയിലാവും. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് നിൽക്കണ സമയത്ത് ഫൈനാൻഷ്യർ അങ്ങോട്ട് വരുവാണ്. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ വീണ്ടും മുങ്ങാനുള്ള പരിപാടിയായിരുന്നല്ലേ എന്ന് ചോദിക്കാം. അയ്യോ അല്ലണ്ണ, അതൊന്നും അല്ല. ഞങ്ങളിതേ അണ്ണന്റെ അടുത്തേക്ക് വരുമായിരുന്നു പറയാം. അല്ല, നിങ്ങളെ വീട്ടുകാരൊന്നും അറിയത്തില്ലാതല്ലേ നിങ്ങൾ പൈസ വാങ്ങിയെന്ന് പറഞ്ഞേ. അല്ല, അത് അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു കാര്യം ചെയ്യുക, ഇന്ന് വൈകുന്നേരം അവരെ എല്ലാവരും വിളിച്ചോണ്ട് പോരെ. നിങ്ങളുടെ ഭർത്താവിനെ മക്കളെല്ലാം വിളിച്ചോണ്ട് വരണം. അവർ വന്ന് ഓഫീസിൽ വന്ന് ഒപ്പിടണമെന്ന് പറയാം. അയ്യോ അതെന്തിനാ? അല്ലെങ്കിൽ മിക്കവാറും നാളെ ഞാൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും. പിന്നീട് ഭാമയുടെ ആയിട്ട് വരും. നിങ്ങൾക്കും ബാധകം അത്. കാര്യങ്ങൾ അറിയാലോ. നിങ്ങളുടെ വീട് സ്ഥലം കൂടെ ഞാൻ ഇങ്ങോട്ട് എടുക്കും. നിങ്ങൾ സൈൻ ചെയ്തിരിക്കുന്ന ആളാ, അറിയാലോ എന്ന് പറയണം. ഭാമയ്ക്ക് ഒരു ഞെട്ടലാണ്. എന്റെ ഭഗവാനെ, ഈ സമയം പറഞ്ഞ് ഞാൻ പറഞ്ഞൊന്നും മറക്കരുത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ. തകർന്ന് തരിപ്പണമായി പോയി ചന്ദ്രമതി. അതിനേക്കാളും തകർച്ച ഭാമയ്ക്കായിരുന്നു. ഭാമ നെഞ്ചിത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. എന്റെ വീട്, ദൈവമേ, ഇതെങ്ങാനും എന്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊന്നു കളയുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഭാമ ഇങ്ങനെ പിച്ചും പറയും, എന്റെ വീട് പോയെന്ന് പറഞ്ഞുകൊണ്ട് പിച്ചും പേയും പറഞ്ഞിട്ടൊക്കെ നടക്കുന്ന സമയത്ത് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നേ. അല്ല, ഇതെന്ത് പറ്റി ഭാമയ്ക്ക്? ഭാമയുടെ മുഖം എന്താ വല്ലായിരിക്കുന്നത്? ഇതെന്താ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ. പിന്നെ ചന്ദ്രമതി പറഞ്ഞു, അത് ബാധ കയറിയതാന്ന് പറയാം. ബാധയോ? നീ കൂടെ ഉള്ളപ്പോ ഏത് ബാധയാ കയറുന്നതിനെ ചോദിക്കുക. അല്ലാതെ പിന്നെ ഞാന് പെട്ടെന്ന് ചന്ദ്രമതി ഭാമയുടെ അടുത്തേക്ക് ഒന്ന് നിർത്തുന്നുണ്ടോ? അവളുടെ ഒരു കോപ്പറായും മനുഷ്യ ഇവിടെ തീ നിന്നിരിക്കുമ്പോഴാ. നീ എന്താ ചന്ദ്ര ഇങ്ങനെ വേർക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാര്യം എന്താന്ന് പറയാം. എനിക്ക് എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ നിന്റെ മുഖത്തൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ കാണുന്നുണ്ടല്ലോ. നിനക്ക് മാത്രമല്ല, ചന്ദ്രമതിക്കും കാണുന്നുണ്ടെന്ന് പറയണേ. അതെ, അല്ല ചന്ദ്രമതിക്കല്ല, ഭാമയ്ക്കും കാണുന്നുണ്ടെന്ന് പറയാ. ഇത് കേട്ടപ്പോ ഭാമ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല രവിയേട്ടാന്ന് പറയണം. ഇല്ലെങ്കിൽ ഇല്ല. അല്ല, സുധി എന്തേന്ന് വെക്കണം. ദേ അവരപ്പുറത്തെ തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയണം. ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് പോവാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ദൈവമേ, രവിയേട്ടൻ എങ്ങനെ പറഞ്ഞു അതോടുകൂടി തീർന്നു. എന്ത് ചെയ്യണം ഭാമ, എനിക്ക് അറിയത്തില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥയാ. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക, എന്തേലും വഴി ഉണ്ടാക്കാന്ന് പറയാം. ഈ സമയം രേവതി സച്ചിയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാ. സച്ചി പറഞ്ഞു, അയാൾ ഇവിടെയും കാണുന്നില്ലോ. ഇനിയിപ്പോ ഒരുപക്ഷെ അയാൾ വരാതിരിക്കോ? ഇത് കേട്ടപ്പോ രേവതി, ശരിയാ, ചിലപ്പോ ഇന്ന് വന്ന് കാണത്തില്ലായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വഴിയുള്ള ആളല്ല. അങ്ങനെ നോക്കുമ്പോഴാണ് അയാൾ അവിടെ ശയനപ്രദക്ഷിണം നടത്തുന്നുണ്ട്. രേവതി, ഞാൻ പറഞ്ഞില്ലേ, അത് അയാളാ. കണ്ടില്ല, അയാളുടെ ചുറ്റും ആൾക്കാരെ പണം കൊണ്ട് വന്ന് നിൽക്കുന്ന അയാൾക്ക് കൊടുക്കാനായിട്ട്. നീ അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മതി. ഈ പൈസയും കൊടുക്കണം. ഞാൻ എവിടെയെന്ന് ചോദിച്ചാലോ? അല്ല, നിന്നോട് മുമ്പേ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യമല്ലേ അതൊക്കെ? അല്ല, അത് ശരി തന്നെയാ. പക്ഷെ നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ? അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, മൈസൂർ കോട്ടം പോയത്. മനസ്സിലായി. പിന്നെ അറിയാലോ കാര്യങ്ങൾ. ഒരു കാരണവശാലും പണി പാളിപ്പോലെന്ന് പറയണം. പിന്നീട് രേവതിയും കൂടെ പോവാണ്. സച്ചിക്ക് വല്ലാത്ത ടെൻഷൻ. ദൈവമേ, ഇവള് പോയി കാര്യങ്ങളെ കുളവാക്കി വരുവാന്ന്. അങ്ങനെ ഓരോരുത്തരും ഒന്ന്
പേര് പറഞ്ഞ് പൈസ കൊടുക്കുവാണ്. അതായത് അയാളുടെ PA ആണ് എല്ലാം വാങ്ങിച്ചോണ്ടൊക്കെ ഇരിക്കുന്നത്. ഈ സമയത്ത് രേവതി അങ്ങോട്ട് ചെന്നു. അതെ സാർ, പണം എന്ന് പറയാണ് കാറിന്റെ CC പണം. അത് പരിചയമില്ലാത്തൊരു സൗണ്ടാണല്ലോ. പെട്ടെന്ന് ചാടിയും എഴുന്നേറ്റു. അല്ല നീ ഏതാ കൊച്ചെന്ന് ചോദിക്കുക. ഞാൻ സച്ചിയുടെ ഭാര്യ രേവതി എന്ന്. ഓ സച്ചി, അത് സാധാരണ ഗതിയിൽ അവനാണല്ലോ പൈസ കൊണ്ടുവരുന്നത്. എന്ത് പറ്റി നീ കൊണ്ടുവരാനായിട്ട്? അവൻ ഇവിടെ ഇല്ലേന്ന് ചോദിക്കാം. അല്ല പിന്നെ ഞാനത്, അല്ല അദ്ദേഹം ഇവിടെ ഇല്ലാന്ന് പറയണ. എവിടെ പോയി? മൈസൂർ കോട്ടം പോയതാന്ന് പറയണം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് രേവതി പെട്ടെന്ന് അങ്ങോട്ട് നോക്കണം സച്ചി നിൽക്കുന്ന ഭാഗത്തേക്ക്. ആ സമയത്ത് അയാൾ ഫൈനാൻഷ്യറും അങ്ങോട്ട് നോക്കി സച്ചിനെ കണ്ടു. അല്ല പെട്ടെന്ന് ചോദിച്ചു, സച്ചി ഇവിടെ ഇല്ലാന്ന് ഓട്ടം പോയാൽ നിനക്ക് ഉറപ്പാണല്ലോ അല്ലേന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ ഈ സമയം സച്ചിനെ വിളിക്കുന്നുണ്ട്. എടാ സച്ചി, നിന്നെ ഞാൻ കണ്ടു, നീ ഒളിച്ചു നിൽക്കണം, ഇങ്ങോട്ട് വരാൻ പറയാണ്. ഇത് കേട്ടപ്പോൾ സച്ചിക്ക് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടെന്നുള്ളത്. പിന്നീട് സച്ചി അങ്ങോട്ട് വരുവാണ്. സച്ചി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം വല്ലാത്തൊരു ടെൻഷൻ. അപ്പം രേവതിയോട്, നീ എന്തിനാ ഞാൻ നിൽക്കുന്നിടത്തേക്ക് നോക്കിയത്? അതുകൊണ്ടല്ലേ ഇയാൾ എന്നെ കണ്ടേന്ന് ചോദിക്കുകയാണ്. പിന്നെ കൺമുന്നി വരെ വന്ന് നിൽക്കാൻ ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കുക. ഫൈനാൻഷ്യർ, നിങ്ങൾ നമ്മളെ തർക്കമൊക്കെ വീട്ടിൽ ചെന്നിട്ട് നീ എന്താടാ സച്ചി മറന്നു നിൽക്കുന്ന ഭാര്യയുടെ കൈ പണം കൊടുത്തു വിട്ടിട്ട്? അല്ല അത് പിന്നെ എനിക്ക് ധൃതിക്ക് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അതെ ഇത് മൊത്തം പണമില്ലേ, പകുതി പൈസയുള്ളൂ, ബാക്കി പകുതി എപ്പോൾ തരുമെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാനേ തരാം, ഒരു 2 ആഴ്ചയ്ക്കുള്ള സമയം, 2 ആഴ്ചക്കുള്ള തരാന്ന് പറയണേ. പിന്നീട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ചന്ദ്രപദയും ഭാമയും കൂടെ അതിലൂടെ നടന്നു വരുന്നേ. അവര് കണ്ടു സച്ചിൻ രേവതി ഫൈനാൻഷ്യർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രമതി പറഞ്ഞു, ഭാമേ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞെന്ന് തോന്നേ, എന്നെക്കുറിച്ചാന്ന് തോന്നേ സച്ചിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അന്നാ അത് ഇന്നത്തോടു കൂടി തീർന്നു, ഇനി വീട്ടിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്താ ചന്ദ്രപതി ഇങ്ങനെ പറയണേ? കണ്ടില്ലേ, അവൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാണെങ്കിലോ? പിന്നെ അവന് വേറെ എന്താ ആവശ്യം? ഇത് മിക്കവാറും എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എനിക്ക് വീട്ടിലേക്ക് പോലും ചെല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ദൈവമേന്ന് ഓർത്തോണ്ട് ചന്ദ്രമതി നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ്. ഈ സമയത്ത് രവീന്ദ്രന്റെ വരവ് അങ്ങോട്ട്. രവീന്ദ്രനെ കണ്ടതും ചന്ദ്രമതി വീണ്ടും വെള്ളറ് വെളുത്തു. എന്ത് പറ്റി ചന്ദ്രമതി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ആകപ്പാടെ വെള്ളറ് വെളുത്തിട്ടുണ്ടല്ലോ. അല്ല അത് പിന്നെ ഞാൻ ചന്ദ്രേട്ടാ, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാണെന്ന് തുറന്നു പറ. നീ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടി കൂടി ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഞാൻ എന്ത് പരിപാടി ഒപ്പിക്കാനായിട്ടാ? ഒന്നുമില്ല, ഒരു പ്രശ്നം ഇല്ലെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലോ നിന്റെ മുഖം ഇരിക്കണ്ടേ? എന്തോ കണ്ട് ഭയന്ന പോലെ ഉണ്ടല്ലോ. നിനക്ക് എന്തോ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയണം. പക്ഷെ അതൊന്നും പിടികൊടുക്കാണ്ട് ചന്ദ്രമതി അങ്ങോട്ട് കൂട്ടാക്കില്ല. ചന്ദ്രമതി ഓരോ ഒഴിവൊഴികളൊക്കെ പറഞ്ഞങ്ങോട്ട് മാറുവാണ് അങ്ങോട്ട്. രവീന്ദ്രന് ചില സംശയങ്ങളൊക്കെ വന്നെങ്കിൽ കാര്യമായിട്ട് അത് എടുത്തില്ല. തന്റെ ഭാര്യയല്ലേ, അവള് പല നമ്പറുകളും ഇങ്ങനെ ഇടുമെന്നുള്ള കാര്യം രവീന്ദ്രൻ നന്നായിട്ട് അറിയായിരുന്നു. പിന്നീട് നന്നാ നമുക്ക് ഇറങ്ങിയാലും ചോദിച്ചിട്ടുണ്ട് അവരങ്ങോട്ട് പോവാണ്. അപ്പൊ ശ്രുതി ഈ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് വരുന്നതുണ്ടേ. അപ്പൊ അവരെ കണ്ടപ്പോൾ തന്നെ ശ്രുതി അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എത്ര സമയം നിങ്ങളെ നോക്കി നിൽക്കുന്നത്, ഇതന്നെ എത്ര താമസിച്ച് നിൽക്കണം? അല്ല മോനെ, തൊഴുത് പ്രാർത്ഥിച്ച് വരണ്ടേ, അതുകൊണ്ട് എത്ര ലേറ്റ് ആയെന്ന് പറയുവാണ്. അല്ല നിങ്ങൾ എല്ലായിടത്തും കഴിഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ചെന്ന് ചോദിക്കും. പിന്നെ അല്ലാതെ ഞങ്ങൾ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് കുറെ സമയം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പൊ വരൂ എന്ന് ഓർത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്നാ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ്. ഈ സമയത്തെല്ലാം ചന്ദ്രമതിയുടെ ഉള്ളിൽ വല്ലാത്ത തീയായിരുന്നു. ഇതേമേ അയാളെങ്ങാനും ഇവിടെ വെച്ച് തന്നെ നാണം കെടുത്തുവോ, ഇനി പലിശ എങ്ങാനും ചോദിച്ചാൽ അതോടുകൂടി തീർന്നു. വല്ലാത്തൊരു ടെൻഷനോട് കൂടിയാണ് ചന്ദ്രമതി വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരൂ കേട്ടോ. ഒരു പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര കാറ്റും മഴയൊക്കെയാണ്. അത് മാത്രമല്ല വലിയ ദുരന്തം, കേരളം ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലാത്ത വലിയ ദുരന്തങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ജീവൻ പൊലിഞ്ഞവർക്ക് വേണ്ടിയിട്ടും അതവിടെ തന്നെ ഉറ്റവരെ ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.